അപ്പൊ ഗായ്സ് ഇന്ന് രണ്ടാം പെരുന്നാളാണ്. ഞങ്ങളുടെ കൂടെ എല്ലാരും വന്നിട്ടുണ്ട്. അമീസ, പിന്നെ എന്റെ കസിൻസ് നിഹാല്, നസ്രി, റിയാനി, ഇവരൊക്കെ വന്നിട്ടുണ്ട്. എന്റെ രണ്ട് ഉമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഗായ്സ് നമുക്ക് ഓരൊക്കെ കാണാം. ഞങ്ങൾ രണ്ടാളി എല്ലാരും കൂടി ഇതിക്കമോൺ ബായോ. അതാണ് റിയാനി. അമീസ യോടിക്കോ. ഇത് നമ്മുടെ നസ്രി, ഇത് നിഹാല്. ഇതിന്റെ വയസ്സിൽ മൂത്താപ്പ ഇതാണ് ഞമ്മമ്മ, പനമ്മ, മേമാന്റെ പിന്നെ എല്ലാവർക്കും അറിയാലോ. ഇതാണ് ഉമ്മമ്മ, ഉമ്മ മേമാനെ കളിച്ചിരിക്കുന്നു മേമ. അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് ഇന്ന് ഫുഡ് കുറച്ച് വെറൈറ്റിയാണ്. അഫ്ഗാനി ബിരിയാണി. ഇതാണ് ബീഫ്, നമ്മുടെ വീട്ടിൻ്റെ സാധനമാണ്. പൊന്നു മെയിനാളെത്തി. ഇതാണ് ഗൈസ് അഫ്ഗാനി ബിരിയാണി. സാധനങ്ങൾ പറഞ്ഞെടുക്കേ. പിന്നെ കച്ചമ്പറ്. അല്ല അതിന്റെ ഫ്രൂട്ടില്ല, പൈനാപ്പിൾ ഇല്ലേ? എങ്ങനെയുണ്ട് ബീഫ്? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ചീന അങ്ങനെ കൊയക്കടീന്ന് എടുക്ക്. എന്നിട്ട് കുറച്ച് വേനത്ത് ചോറും കുറച്ച് അടിയിച്ച് ചോറും ആയിട്ട് മതി. ഇനി എടുത്ത് ചിക്കൻ പീസൊക്കെ എടുത്തോ കുറച്ചിട്ട്. ഞങ്ങൾ കായലാണ് വാ. ഫിഷല്ല, പ്രകൃതി സംബന്ധമായ സ്ഥലം. ഇതൊക്കെ കാണുന്ന വെള്ളം മൊത്തം കായല. ഇത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥരുടെ തന്നെ വേറൊരു സ്ഥലമാണ് കേട്ടോ. അവരുടെ മോനിക്കുള്ള വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കായലിലേക്ക് വേറെയും വഴിയുണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ കൂടെ പോകുമ്പോഴാണ് കുറച്ചും കൂടി എളുപ്പം എന്നുള്ളതുകൊണ്ടാണ് ഇവർ ഇതിനെ വന്നത്. ഇവിടെ കിണറുണ്ട്, ശ്രദ്ധിച്ചോ റിയാനെ? ഈ മൂലൊക്കെ കൂടെ ആടാ. നോക്ക് വെള്ളം, ഇവിടെ മൊത്തം വെള്ളം. ഇതിലും വെള്ളം നോക്കി, ഇത് വരെ വെള്ളം. ഈ അതിർത്തില്ലേ ഈ വരന്റെ അപ്പുറത്തെ വെള്ളം ഉണ്ടാവുള്ളൂ. മഴക്കാലായപ്പോ ഇവിടെ മൊത്തം വെള്ളം. ഇവർക്ക് എല്ലാവർക്കും പോവാനുള്ള ടൈമായി. എല്ലാരും പോയി. ഇവരെല്ലാരും പടമായിട്ട് പോണ്. ഇത് മാവി പറങ്കി മാങ്ങ ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ ഒരു വാഴത്തോട്ടം. ഇന്നെ പോലത്തെ അല്ല റിയാനെ, ഇന്നെ പോലത്തെ നിഹാലിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ അല്ലേ നട്ടുപിടിച്ചിട്ടുള്ളേ. എന്താ ചെയ്യല്ലേ നമ്മളൊക്കെ പാട്ടി. എല്ലാരും പോവാണ്. ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ്. നഴ്സറിക്ക് പിന്നെ ഒന്നും പറയാനില്ല. അപ്പൊ ഇപ്പിയും പോണ്ട. ഓക്കെ എല്ലാരും ടാറ്റ ടാറ്റ. ഒരു പോയി. ഞങ്ങൾക്ക് 700 സബ്സ്ക്രൈബേഴ്സ് ആയി. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. രണ്ടാം പെരുന്നാളിന് അടക്കല്ല മറ്റേ പൂത്തിരി മേശപ്പ് അങ്ങനത്തെ ഐറ്റംസ് ആണ്. രണ്ടാം പെരുന്നാളിന് ഞങ്ങൾക്ക് 700 അതിനിടയിൽ അങ്ങോട്ട് പോവല്ലേ. കേക്ക് വാങ്ങിയതാണ്, പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് 700 സബ്ബായത്. അപ്പൊ പിന്നെ ഞങ്ങൾ ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റണം അല്ലേ? ഇവർ ഭയങ്കര കാര്യമായിട്ട് നല്ല പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനതൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചു. ഇതിൻ്റെ മൂത്താപ്പാടെ പേരക്കുട്ടിയാണ് കേട്ടോ ഫൈസാൻ. ഇക്കാടെ മാമൻ്റെ പേരക്കുട്ടി. അഫാഫിൻ്റെ ചങ്ക് ഫ്രണ്ടാണ് കേട്ടോ.
ഇവർ കൊടുന്ന കേൾക്കാണ് കേട്ടോ ഇത് കണ്ടപ്പോഴാണ് അഫാഫിനും അബ്ദക്കും സെലിബ്രേഷൻ എന്നുള്ളൊരു ആശയം തോന്നുന്നതും അവർ ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുത്ത് വെച്ചതൊക്കെ. എന്തായാലും കേക്കല്ലേ, എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് മുറിച്ച് പങ്കിട്ട് കഴിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു രസം. സത്യം പറഞ്ഞാൽ ഈ 700 സബ്സ്ക്രൈബേഴ്സ് ആയതൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് 800 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അബ്ദി അഫാഫ് പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും പിന്തുണക്കൊക്കെ നന്ദി. ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് നമ്മൾ കുറച്ച് പൂത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പെരുന്നാൾക്കൊന്നും വാങ്ങിയിട്ടില്ല. കഴിഞ്ഞ പെരുന്നാൾക്കെന്നല്ല, ഒരു പെരുന്നാൾക്കും ഇതുവരെ പൂത്തിരി വാങ്ങുക, പടക്കം പൊട്ടിക്കുക അങ്ങനെയൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അത് നോക്കട്ടെ. ഇത് ഫറു ആണ് കേട്ടോ. നമ്മുടെ വീഡിയോകളിലൊക്കെ അനേനും ഫറൂനൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടാവും. ഫറൂൻ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ ഒട്ടയൽവക്കത്ത് തന്നെയാണ്. പക്ഷെ അവളാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയമാകുമ്പോഴത്തേന് തന്നെ അവൾ നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. ഈ പൂത്തിരി കത്തിക്കണ വലിയ കുട്ടിയാണ് കേട്ടോ, ഫാത്തിമാത്ത. എൻ്റെ മൂത്താപ്പാടെ മോളാണേ. എന്നാ അമ്മ ഇവിടെ നിന്നോട്ടെ, ഞങ്ങള് നാളെ വരാം. ഞാൻ പോവാ. ഈ ഓള് പോവുക വേണ്ടക്ക്, ഓള് ഇവിടെ നിൽക്കുക വേണ്ടേ? പോയാ മതി. ഞാനില്ലേ ഉറങ്ങാണ് വിചാരിച്ചോ, ഇനിയിപ്പോ ഓൾ ഉറങ്ങണില്ല വിചാരിച്ചോ, ഓളെടുത്ത് വന്ന് എന്റെ ബാഗിന്ന് ഇത് ബുക്ക് എടുത്തു വിചാരിച്ചോ, അതിനെന്തെങ്കിലും കേടുപറ്റിട്ടുണ്ടെങ്കിൽ, അല്ല ആ ചട്ടകേട്ടം കേടുപറ്റിട്ടുണ്ടെങ്കിൽ ഇമ്മച്ചി ഫുള്ള് ചട്ടമൊക്കെ ഇട്ട് തരുമോ? ഇന്ന് 3-ാം പെരുന്നാളാണ്. അപ്പൊ ഞങ്ങളൊന്ന് പാറപ്പുറത്ത് ഞങ്ങളെ തറവാട്ടിലെത്തിയിട്ടുണ്ട്. ഉച്ചക്കത്തെ ഫുഡ് അവിടെയാണ്. അപ്പൊ കാശ് നമ്മൾക്ക് ഇന്ന് ഒരു പൊളി പൊളിക്കണം. ആ പോകുന്നതാണ് ഞങ്ങളുടെ കുഞ്ഞിമ്മ, നബീസ് കുഞ്ഞിമ്മ. ഇല്ല കൂടി ഓടി ഓടി നേരെ പോണത്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ തറവാട്. തറവാടല്ല, ഞങ്ങളെ പാറപ്പുറത്തെ തറവാട്. ഉമ്മമാടെ ഉപ്പാന്റെ വീട്, ഉമ്മമാന്റെ വീട്. അപ്പൊ ഇതാണ് ചെയ്യാ മുത്തു അബ്ദ ഫാദു അമിയ ആക്ഷൻസ് ഇട്ട് ജി ഇടി. ഓയ്യോ ഓയ്യാ ചെയ്യടാ. ആരമ്പത് ബോസ് ചെയ്യോട്ടോക്ക് അടുക്കളയിൽ പോയി വെക്കുന്ന സമയത്ത് ഉമ്മ നല്ല തിരക്കിലായിരുന്നു, ബിരിയാണി പണിയിലായിരുന്നു. അതുവരെ കുഞ്ഞുമാരൊക്കെ ഉമ്മനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കുളിക്കാനൊക്കെ പോയ സമയമായിരുന്നു. നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഉമ്മനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാക്സിമം പറഞ്ഞു നോക്കും ബിരിയാണി ഒന്നും വെക്കണ്ടെന്ന്. പക്ഷെ ഉമ്മക്ക് അത് ഇഷ്ടമല്ല കേട്ടോ, പുറത്തൊന്നും അങ്ങനെ വാങ്ങണതൊന്നും. ഉമ്മന്നെ ഉണ്ടാക്കി തരും മാക്സിമം. അഥവാ ഇനി നമ്മൾ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് പുറത്തുനിന്നൊക്കെ വാങ്ങിയാലും നമുക്ക് തോന്നും ഉമ്മ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇതിൻ്റെ കുഞ്ഞുമ്മയാണ് കേട്ടോ ജസീന. അവളെ കണ്ടു കഴിഞ്ഞാൽ അത്ര പ്രായം തോന്നിക്കില്ലെങ്കിലും എന്നെക്കാളും പ്രായമൊക്കെ ഉണ്ട്. ഉമ്മ ബിരിയാണി നെയ്യൊക്കെ ഒഴിച്ചിട്ട് ദമ്മിടാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഐശ്വര്യയിൽ എവിടെ ചെന്നാലും ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ മുറിക്കണതിൻ്റെ ഒരു രഹസ്യം എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ താഴെ കിടക്കണ മാങ്ങാത്തോലി കണ്ടാൽ മതി കേട്ടോ. ഈ അടുക്കള കാണുമ്പോൾ അപ്പം എനിക്ക് വല്യമ്മാനെ ഓർമ്മ വരും കേട്ടോ. അടുക്കള കാണുമ്പോൾ മാത്രമല്ല, എന്നാലും അടുക്കള കാണുമ്പോൾ അത് കുറച്ച് കൂടുതലാണെന്ന് മാത്രം. വല്യമ്മ എന്തുണ്ടാക്കിയാലും ഞാൻ അടുക്കളയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ അടുത്ത് തരും കേട്ടോ, ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. വല്യമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 12 വർഷത്തോളമായി. ചില മനുഷ്യന്മാരെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് ആ സ്വാദ് അനുഭവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വല്യമ്മയുടെ മരണത്തോടെയാണ് കേട്ടോ. അങ്ങനെ എടുക്കാനാ അതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നട്ടലിൻ്റെ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് എല്ലിന് പകരം സ്റ്റീലൊക്കെ ഇട്ട ഒരാളാണ് ഈ ചെയ്യുന്നതെന്നുള്ളത് നമ്മളങ്ങ് മറന്നു പോകട്ടെ. ഇനി അഥവാ നമ്മൾ അതൊക്കെ ഒന്ന് ഓർത്തെടുത്തിട്ട് ഉമ്മയോട് ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞ ഉമ്മ അതൊട്ട് കേൾക്കൂല. പണ്ട് ഞാൻ ഏറ്റവും ആസ്വദിച്ച് ചെയ്തിരുന്ന പണിയാണ് കേട്ടോ ഇവരിപ്പോൾ ഈ ചെയ്യുന്നത്. വിളമ്പി വെച്ച് ഭക്ഷണം എടുത്ത് ടേബിളിൽ കൊണ്ട് വെക്കുക എന്നുള്ളത്. ഇവിടെ പെരുന്നാളാവുമ്പോൾ ഇങ്ങനൊന്നല്ല കേട്ടോ, വീട് നിറച്ച ആൾക്കാരായിരിക്കും. വലിയപ്പാടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഭർത്താക്കന്മാരും അവരുടെ മക്കളൊക്കെ ആയിട്ട് ആകെ അങ്ങോട്ട് ബഹളമയമായിരിക്കും. വേഗം ഭക്ഷണം കഴിച്ച് തീർത്തിട്ട് വേണം മക്കളെ കൊണ്ടൊന്ന് കറങ്ങാൻ പോകാനെന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ ആദ്യം ചാടിക്കയറിയിരുന്നത് ഇക്കാടെ അടുത്താണ്.
പിന്നെ നോക്കുമ്പോൾ വല്യപ്പാൻ്റെ അടുത്തുള്ള സീറ്റ് ഒഴിഞ്ഞെടുക്കാന്ന് കണ്ടിട്ട് അവിടെ ആരും ഇരിക്കണില്ലേ എന്ന് ചോദിച്ചപ്പോൾ വല്യപ്പ ചോദിച്ചത് അത് നിന്റെ സീറ്റ് ആയിരുന്നല്ലോ, നിനക്കിപ്പോൾ ഇത് വേണ്ടാതായല്ലേ എന്നാണ്. ആ ചോദ്യത്തിൽ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ ഈ ഒരു സീറ്റ് ചെറുപ്പം മുതലേ മൂത്ത പേരക്കുട്ടി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അവകാശമായിട്ടായിരുന്നു കേട്ടോ ഞാൻ കണ്ടുപോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് ആർക്കും വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചില ചെറിയ ചെടുങ്ങ് മക്കൾ കരയാനും വല്യപ്പാന്ന് പറഞ്ഞ് വാശി പിടിക്കാനൊക്കെ തുടങ്ങിയത് പിന്നെയാണ് ഞാൻ കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായി തുടങ്ങിയത്. അങ്ങനെയുള്ള ഞാനിത് കേൾക്കാൻ ബാധ്യസ്ഥയാണല്ലോ. ഈ ചാനൽ നാളെ ഇവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുഖം കാണിക്കരുതെന്ന് പറഞ്ഞ കുഞ്ഞുമാര് തന്ന മുട്ടൻ പണിയായിട്ട് വേണം കേട്ടോ നിങ്ങൾ കരുതാൻ. ഞാനൊക്കെ എണീറ്റ് കൈ കഴുകുമ്പോഴാണ് കേട്ടോ ഉമ്മ കൂടി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നിരിക്കണേ. എന്നാലും ഇപ്പോഴെങ്കിലും വന്നിരുന്നല്ലോ എന്നുള്ളതാണ് സമാധാനം. ഞങ്ങൾ പിന്നെ നേരെ പോയത് വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിലേക്കാണ്. ആ വീഡിയോ ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറെ ലെങ്തി ആവുന്നുള്ളതുകൊണ്ടാണ് അത് വേറെ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഈ പാർക്ക് ഫാത്തിമാത്തയുടെ വീടിന്റെ അടുത്താണ് കേട്ടോ. അപ്പൊ തലേന്ന് വീട്ടിൽ വന്ന് പോകുമ്പോൾ തന്നെ ഞങ്ങൾ ചിലപ്പോൾ ആ വഴിക്ക് നാളെ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പം എന്തായാലും വീട്ടിൽ വരാമെന്ന് അവർ പറഞ്ഞിരുന്നു. ചിലപ്പോൾ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതാവും, പക്ഷെ ഞങ്ങൾ അതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തു. പിന്നെ ആരെങ്കിലും ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൊടുന്ന് വെച്ചെന്നുണ്ടെങ്കിൽ അത് തീർക്കാതെ എണീറ്റ് പോകുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് കേട്ടോ ഞങ്ങളുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളിത് തീർത്തത്. അപ്പൊ ഗായ്സ് നമ്മൾ ഫാത്തിമേമിനോടെയും എത്തിക്കുകയാണ് ഗായ്സ്. അപ്പൊ എനിക്ക് നല്ല ഹാപ്പിയാണ്. ഞാൻ കുറേ പ്രാവശ്യം ഇപ്പാനോട് ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമാമിന്റെ വീട്ടിൽ പോകണം, ഫാത്തിമാമിന്റെ വീട്ടിൽ പോകണം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞപ്പോ ഫാത്തിമാമി ഇവിടെ ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ട് നമുക്ക് എന്താ ഫുഡ് നോക്കാം. അപ്പൊ ഗായ്സ് അപ്പൊ നമുക്ക് ഫുഡ് നോക്കാം. അന്ന് കൈ കഴുകും. അപ്പൊ ഗായ്സ് പ്ലേറ്റ് ഇവിടെ ഉണ്ട് ഗായ്സ്. ഇതാ പ്ലേറ്റ്സ് നോക്ക്. എനിക്ക് നല്ല ഇട്ട പൊളിച്ച് ചിക്കൻ, പക്ഷേ ചിലപ്പോൾ പേരുണ്ടാവും അതൊന്നും അറിയില്ല. അപ്പൊ ഗായ്സ് പൊറാട്ട, പിന്നെ ഫ്രൂട്ട്സ്, അതാ എന്താ സലാഡ്, മൈനേസ്, ഇതെന്താ പറയാ ചട്നി. അപ്പൊ പിന്നെ എനിക്ക് നല്ല ഇഷ്ടം ചിക്കൻ കറി, പിന്നെ തണുത്തുള്ള പൊറാട്ട വെക്കുള്ളൂ. പിന്നെ ബുബൂസ് ഇതൊക്കെ ഉണ്ട്. തിന്നാണ് പോവാണ്. രാവിലെ ഇറങ്ങിയപ്പോ മുതൽ കട്ടൻ ചായ കുടിക്കാൻ നല്ല ആഗ്രഹമായിരുന്നു. ഇപ്പൊ കട്ടൻ ചായ ചായ ചാനൽ ഉണ്ടാക്കിയത് ഫാത്തിമാത്ത ഫുഡ് അടിപൊളിയായിട്ടാ. ഓക്കെ. അപ്പൊ ഈ അൽഫാം ഉണ്ടാക്കാൻ ഭയങ്കര പണിയായതുകൊണ്ടേ എന്റെ പൊന്നാരമ്മ ഉണ്ടാക്കി തരില്ല, ഹോട്ടലിലായിരിക്കും. അപ്പൊ ഒന്ന് ഞങ്ങൾ വരിയുണ്ട് വിളിച്ചറിഞ്ഞപ്പോ ഫാത്തിമാത്ത ഉണ്ടാക്കി വെച്ചതാണ്. അടിപൊളിയുണ്ട്. അതൊക്കെ ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് കാരണം അലേനാണ് കേട്ടോ. അലേന അവളെ ബാബ എന്നാണ് വിളിക്കുക. അലേന അവളെ നന്നായിട്ട് പരിഗണിക്കും. നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിറയെ മിഠായികൾ കൊടുക്കും. ഇനി നാട്ടിലില്ലെങ്കിൽ താത്താക്ക് വിളിച്ചിട്ട് അവൾക്ക് ഫോൺ കൊടുത്തിട്ട് വീട്ടിൽ മിഠായിൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കോളുണ്ടെന്ന് പറയും. അതിപ്പോൾ താത്തയാണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ തിരിച്ചു വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ടുവരാനുള്ളത് മൂപ്പത്തിയാൾ കണ്ടുപിടിക്കും കേട്ടോ. ഇത്തവണ ഞാൻ കൊണ്ടുവന്നത് കുറച്ച് അച്ചാറായിരുന്നു. നാരങ്ങ മതി, അതിലേക്ക് നാരങ്ങ മതി, അത് മാത്രം മതി, മാങ്ങ വേണ്ട. നമ്മളെപ്പോൾ വന്നാലും അഫാഫ് ഇതേപോലെ ഫൈസണിയിട്ട് അവരെ കലാപരിപാടികളായിട്ട് ഒരു ഭാഗത്തിരിക്കും. ഞങ്ങൾ പിന്നെ ഇരുന്ന് സൊറ പറച്ചിലാവും കേട്ടോ. ലിനുവിന്റെ കല്യാണം ഉറപ്പിച്ചുകൊണ്ട് എന്തോ പറഞ്ഞ് അവളൊന്ന് ചൊറിയാൻ പോയതാ, പക്ഷെ ഏറ്റില്ല. ഞാൻ പറഞ്ഞുതരാം, ടിപ്പിക്കൽ മലയാളീസിന്റെ ഒരു പ്രശ്നം എന്താ അറിയാം, ഇത്രയും കാലം വളർത്തിണ്ടാക്കി ഓര് പറയണ കേൾക്കണം, ഓരെ പറയണ ആളെ കെട്ടണം. അത് കഴിഞ്ഞാൽ ഓരോ ഇഷ്ടത്തിന് നിൽക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം നോക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യണോ, നമുക്ക് ഇങ്ങനെ നടക്കണം, ഒരാളും നമ്മളോട് ചോദിക്കണില്ല. ഇത് അവിടെ അത് കണ്ടിട്ട് പെട്ടെന്ന് വീഡിയോ ഇട്ടാ ഞാൻ അയച്ചു കൊടുക്കാനുള്ളതാ. പൂവല്ലേ പൈസ. അപ്പൊ ഞാൻ വരണ്ടേ, ഞാൻ ഇവിടെ നിൽക്കാം. ഇതോടുകൂടി ഞങ്ങൾ ഇപ്രാവശ്യത്തെ പെരുന്നാളും വിരുന്നോളൊക്കെ ഇവിടെ അവസാനിക്കാൻ കേട്ടോ. ഇതുവരെ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.